യാചന കേട്ടെന്റെ ആകുലം മാറ്റുന്ന കർത്താവിൻ കൈകളിൽ ഞാൻ നാൾതോറും എന്നോടെ ഭാരങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ കൈകളിൽ ഞാൻ നാൾതോറും എന്നോടെ ഭാരങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ കർത്താവിൻ കൈകളിൽ ഞാൻ നാൾതോറും എന്നോടെ ഭാരങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ കൈകളിൽ ഞാൻ നാൾതോറും എന്നോടെ ഭാരങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ ദൈവമൻ പക്ഷമതാ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു തിരുവചന ഭാഗങ്ങൾ വായിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ. അതിനകത്ത് ഇങ്ങനെ കാണുന്നുണ്ട്: നിങ്ങൾ ദൈവത്തെ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവൻ്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സ്തോത്രം സംഗീതക്കാരെ നിയമിച്ചു. അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചൊല്ലുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടുവാൻ തക്കവണ്ണം അവർ സംഗീതക്കാരെ നിയമിച്ചു എന്ന് കാണുന്നുണ്ട്. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. ഇവിടെ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൽ ഇവിടെ പറയുന്നത്, അതിൻ്റെ 1, 2, 3 വേദഭാഗങ്ങൾ പറയുന്നതാണ്, യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ 3 രാജാക്കന്മാർ അദ്ദേഹത്തിനെതിരായി വരുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് ആരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു, ഇതാ അവർ എൻഗതി എന്ന ഹസസോ താമാരിൽ ഉണ്ട് എന്ന് അറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ ധൈര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദയിൽ അവർ ഒന്നിച്ചുകൂടി. അപ്പോൾ ഒന്നിച്ച് യഹോവയോട് സഹായം ചോദിപ്പാൻ തക്കൊണ്ട് ഒന്നിച്ചുകൂടി അവരൊരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. മുൻപോട്ട് പോകാൻ കഴിയാതെ വേദനിക്കുന്ന സമയത്താണ് അവർക്കെതിരായി, അല്ലെങ്കിൽ ഈ യഹോശാഫാത്ത് രാജാവിനെതിരായി 3 ദേശത്തുള്ള രാജാക്കന്മാർ അവർക്കെതിരായി വന്നപ്പോൾ പറയാണ്, അത് യഹോവയെ ഭയപ്പെട്ടു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളൊരു വേദനയിൽ കൂടി ആയി പോയപ്പോൾ അവർ ആ ഉപവാസം പ്രസിദ്ധം ചെയ്തു. നമ്മളും അങ്ങനെയല്ലയോ?
പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഉപവാസം പ്രസിദ്ധം ചെയ്ത് ഉപവാസത്തോട് പ്രാർത്ഥിക്കാനിടയിത്തീരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ അവർക്കെതിരായി വന്ന പതിയിരിപ്പുകാരെല്ലാം തോറ്റുപോയെന്ന. അപ്പോൾ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുള്ളെന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ എല്ലാ പതിയിരിപ്പുകളും മാറിപ്പോകുന്നതായിട്ട് കാണാം. അവർക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാതെ അവർ വേദനകളുടെ നടുവിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. ആ കടന്നു പോകുന്ന സമയത്ത് ഹല്ലേലൂയ അതിന്റെ 12-ാമത്തെ വാക്യം, ദൈവമേ നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടതെന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വേദനിക്കുന്ന സമയത്ത് പറയുകയാണ്, ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഒരിക്കലും ഒരു ദേവദാസൻ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നു. ആ ദേവദാസൻ പറഞ്ഞു, സഭയെല്ലാം എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുക, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ ഞാൻ ഭാരപ്പെടുകയാണെന്ന്. ഇന്ന് ആ ദേവദാസൻ കേരളത്തിലെങ്ങുമില്ല, അദ്ദേഹം അമേരിക്കയുടെ പ്രദേശത്താണ്. കാരണം അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ വയ്യാത്തൊരു പ്രയാസങ്ങൾ അന്ന് ഉണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം എറണാകുളത്ത് നിൽക്കാൻ വയ്യാതെ അദ്ദേഹത്തിന് അങ്ങനെ പറയുവാൻ ഇടയായിത്തീർന്നത്. പക്ഷേ കർത്താവ് അദ്ദേഹത്തെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. അദ്ദേഹം പിന്നത്തേതിൽ ഒരു പാസ്റ്ററായിട്ട് അമേരിക്കയുടെ പ്രദേശത്ത് പോയി ജീവിക്കാനിടയായിത്തീർന്നു. ഇവിടെ നിൽക്കാൻ വല്ലാത്തൊരു വേദന വന്നപ്പോൾ പറയാ, എൻ്റെ കണ്ണ് ഞാൻ ദൈവമായ യഹോവയിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് അങ്ങോട്ടേ നോക്കാനുള്ളൂ. നമ്മൾ പ്രയാസം വരുമ്പോൾ പറയത്തില്ലേ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പോൾ ആ ദൈവത്തിങ്കിൽ നിന്ന് മാത്രമേ നമുക്ക് ആ സഹായം ലഭിക്കത്തുള്ളൂ. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. ഒരുപക്ഷെ നമുക്ക് രോഗത്തിന്റെ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം, അല്ലെ പ്രയാസ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം, അല്ലെ കടഭാരത്തിൽ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം, അല്ലെ ബിസിനസ് തകർന്ന വേദനയിൽ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം. നമുക്കെതിരായി നിൽക്കുന്ന സമൂഹമുണ്ട്, ഹല്ലേലൂയ. എതിരായി നിൽക്കുന്ന പ്രയാസക്കാർ, നമ്മളൊക്കെ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഹല്ലേലൂയ നമ്മൾ അങ്ങനെ പറയുന്നത്, എൻ്റെ കണ്ണ് ദൈവമായ യഹോവയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കാരണം മുമ്പോട്ട് പോകാൻ യാതൊരു മാർഗ്ഗം അവരുടെ മുൻപിൽ ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത്, അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞേക്കുന്ന, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദരുടെയും യെരുശലേമ്യരും ആയുള്ളവേ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. അപ്പൊ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നമുക്കറിയാം, നമുക്കൊരു വിശ്വാസം ദൈവം തന്നിട്ടുണ്ട്. നമ്മളെക്കുറിച്ച് എല്ലാവരും പറയുന്ന വിശ്വാസികൾ എന്നാണ് നമ്മുടെ പേര് പറയുന്നത്. വിശ്വാസ ജീവിതം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നമ്മുടെ മുൻപിൽ ഒന്നും നമുക്ക് വഴി കാണാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയിൽ അങ്ങനെ പറയുമ്പോഴാണ് ദൈവം നമുക്കത് അങ്ങനെ തരുവാനിടയായി തരുന്നത്. അപ്പൊ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ യാചിക്കുമ്പോൾ ആ യാചനകളൊക്കെ തരുവാൻ തക്കണം ദൈവം ശക്തനായ ദൈവമാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം എത്ര പ്രാവശ്യം കേട്ട് നമുക്ക് മറുപടിയൊക്കെ അയച്ചിട്ടുണ്ട്, നമുക്കറിയാം അതൊക്കെ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ നേരെ വരുത്തുന്ന ഈ സമൂഹത്തോട് എതിർപ്പാൻ നിങ്ങൾക്ക് ശക്തിയില്ല. എങ്കിലും യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, ഞാൻ യഹോവ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അവർ പ്രയാസപ്പെട്ട ഭാരത്തോടുകൂടിയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ദൈവം അവരോട് ഇങ്ങനെ സംസാരിക്കുവാനിടയിത്തരുന്നത്. ആ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു അവരെല്ലാം പ്രയാസത്തോടുകൂടി. അപ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. ഇവിടെ പറഞ്ഞേക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. ഇങ്ങനെ അവരെ ആലോചിച്ചിട്ടാണ് വിശുദ്ധ വസ്ത്രം ധരിച്ച് അവരെല്ലാവരും കൂടെ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പാടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയത്. പാടി ആരാധിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ പതിയിരിപ്പും തീരും. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, റോമാലേഖനത്തിലെ യുദ്ധം യഹോവയ്ക്കുള്ളത്. നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്, നമ്മുടെ ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഏത് പ്രയാസ പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ഒരു ഉപവാസം ഒരു പ്രസിദ്ധം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ശക്തിയില്ലാത്തവരാ. അവിടെ ആ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഞങ്ങളുടെ കണ്ണ് നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കാരണം അതിനാ ഉപവാസം പ്രസിദ്ധം ചെയ്തത്. അവർക്ക് നിൽക്കാൻ വയ്യാത്ത പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം അവർ അഭിമുഖീകരിച്ചപ്പോഴാണ് പറയുന്നത്,
അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ അവർ ഭാരപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വേദനപ്പെട്ടപ്പോഴൊക്കെയാണ് അവർക്ക് അങ്ങനെ ഉണ്ടാകുവാനിടയായി തരുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വത അവകാശമായി കൊടുത്തുവല്ലോ. ഒത്തിരി ജാതികൾ അന്ന് കനാൻ ദേശത്തുണ്ടായിരുന്നു. ആ ജാതികളെ എല്ലാം നീക്കിക്കളഞ്ഞിച്ച് ദൈവം അബ്രഹാമിനെ വിളിച്ചു വരുത്തി അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ആ ദൈവം അവനെ ഹാരാനെന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് ആ പദ്ദനാരാമിൽ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ആ തേജോമനായ ദൈവത്തിൻ്റെതായ ശബ്ദം കേൾപ്പിച്ചു. അങ്ങനെയാണ് അബ്രഹാമിനെ ദൈവം വഴി നടത്തുവാനിടയായി തരുന്നത്. അത് ജാതികളെ നീക്കിക്കളഞ്ഞ് തൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് അതിനെ ശാശ്വതമായി കൊടുത്തുവല്ലോ എന്നാ. ആ സന്തതിക്ക് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കും. നിശ്ചയമായിട്ട് ദൈവം നമുക്ക് ചെയ്യുവാനിരിക്കുന്നതൊക്കെ ചെയ്യും. ഹല്ലേലൂയ. ചെയ്യാതിരിക്കത്തില്ല. അത് ശാശ്വതമായി കൊടുത്തുന്ന അവിടെ ഇരിക്കുന്നത്. അവിടെ എന്തെല്ലാം വേദനകൾ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നിട്ടും ഹല്ലേലൂയ അവരെ ദൈവം കൈവിടാതെ ദൈവം അവരോട് അരുളി ചെയ്തെല്ലാം അവരോട് നിവർത്തിപ്പാനിടയായി തരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന, നിന്റെ നാമം ഈ ആലയത്തിലുണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ തിരുനാമത്തിനു വേണ്ടി നിനക്ക് ഒരു വിശുദ്ധ മന്ദിരം പണിതു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർ അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും കാരെയും ആക്രമിപ്പാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ. അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി. ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ അവർ വന്നു ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ എന്നവർ പറഞ്ഞ് ഹല്ലേലൂയ വിലപിക്കുകയാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ഹല്ലേലൂയ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുകയെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി ആ സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അവർ തങ്ങൾക്കൊരു കാളക്കിടാവിനെ വാർത്തുണ്ടാക്കി അത് നിന്റെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് പറഞ്ഞു. മഹാകോപഹേതുക്കൾ ഉണ്ടാക്കി അറയും. നീ നിന്റെ മഹാകരണ നിമിത്തം അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല. പകലിൽ അവരെ വഴി നടത്തിയ മേഘസ്തംഭവും രാത്രിയിൽ അവർക്ക് വെളിച്ചം കൊടുത്തു അവരെ നടത്തേണ്ടതിന് വഴി കാണിച്ച അഗ്നിസ്തംഭവും അവരെ വിട്ടുമാറിയതുമില്ല. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അവരുടെ കൊറ്റിന് വരാതെ നിന്റെ മന്നയെയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി. അവർക്കൊന്നിനും കുറവുണ്ടായിരുന്നില്ല. അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വീങ്ങിയതുമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ജാതികളെ എല്ലാം നീക്കിക്കളഞ്ഞിട്ട് ഈ കനാൻ ദേശം അവർക്ക് വിഭാഗിച്ചു കൊടുത്തുന്ന നീ അവർക്ക് രാജ്യങ്ങളെയും ജാതികളെയും അതിർതിരിച്ച് വിഭാഗിച്ചു കൊടുത്തു. അപ്പോൾ അതിർതിരിച്ച് ദൈവം അവർക്ക് വിഭാഗിച്ചു കൊടുക്കാനിടയിൽ തരുന്നു. അവരൊത്തിരി മഹാകോപഹേതുക്കളൊക്കെ ഉണ്ടാക്കി ദൈവത്തിൻ്റെ നിയമം എല്ലാം മറന്നു കളഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീയോ ക്ഷമിപ്പാൻ തക്കവണ്ണം കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയും ഉള്ള ദൈവമാകിയാൽ അവരെ കൈവിട്ട് കളഞ്ഞില്ല. എത്രയോ പ്രാവശ്യം നമ്മൾ ദൈവത്തിൻ്റെ അകന്നകന്ന് മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ദൈവം വിട്ടുകളയാതെ വണ്ണം അലരിയ ആ വേദനിക്കുന്ന അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴെല്ലാം കൈ പിടിച്ച് നമ്മളെ വഴി നടത്തിയ കാര്യം അല്ലെങ്കിൽ നമുക്കറിയാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അവനെ കൽദയപട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്നു. അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. അവൻ്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായി കണ്ടു. അപ്പോൾ അബ്രഹാമിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ വിശ്വസ്തമായി കണ്ടു. 99-ാമത്തെ വയസ്സിലും കർത്താവ് അബ്രഹാമിനോട് പറയുന്നത്, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നിഷ്കളങ്കനായിരിക്കുമ്പോൾ മാത്രമേ അവന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയത്തുള്ളൂ. ഇവിടെ പറഞ്ഞേക്കുന്ന അവൻ്റെ ഹൃദയം നിന്റെ മുൻപാകെ നീ അവൻ്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായി കണ്ടു. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, യെബൂസ്യർ, ഗിർഗസ്യർ എന്നിവരുടെ ദേശം കൊടുക്കും. അവൻ്റെ സന്തതിക്ക് തന്നെ കൊടുക്കുമെന്ന് നീ അവനോട് ഒരു നിയമം ചെയ്തു.
അപ്പോൾ ദൈവത്തിനൊരു നിയമമുണ്ട് ഏത് മനുഷ്യരോടും. അവരെ തിരഞ്ഞെടുത്ത് വേർതിരിക്കുമ്പോൾ തന്നെ അവർ പറയുന്ന അവരോടൊരു നിയമം ചെയ്യും ദൈവം. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ നോഹയോട് നിയമം ചെയ്തു. ഹല്ലേലൂയ. നോഹയും അവൻ്റെ കുടുംബവും പെട്ടകത്തിൽ കയറിയപ്പോൾ അവിടെ വലിയ ജലപ്രളയം ഉണ്ടായി. എന്നാൽ ദൈവം നോഹയോടൊരു നിയമം ചെയ്തിരുന്നത് കൊണ്ട് അവരെ എല്ലാം പുറത്തു കൊണ്ടുവന്നു. പിന്നെയും ലോകവും ഹല്ലേലൂയ എല്ലാം ഉണ്ടായി. അന്ന് ജലപ്രളയത്തിൽ സകല ജീവജാലങ്ങളും സകല മനുഷ്യരും മരിച്ചു പോയപ്പോൾ 8 പേര് മാത്രം രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട് അവരെ ദൈവം പുറത്തു കൊണ്ടുവന്നു. അവരെ വലിയൊരു ജാതിയാക്കുവാനൊക്കെ ദൈവം ഇടയാക്കി തരുന്നു. അപ്പോൾ ദൈവം ആരെയും വിട്ടുകളയുന്ന ദൈവമല്ല. നമ്മുടെ ഹൃദയം വിശ്വസ്തമായ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നുവോ എന്നാ ദൈവം നമ്മളെക്കുറിച്ച് നോക്കുന്നത്. അവരുടെ ദേശം കൊടുക്കും, അവൻ്റെ സന്തതിക്ക് തന്നെ കൊടുക്കുമെന്ന് നീ അവനോട് ഒരു നിയമം ചെയ്തു. നീ നീതിമാനായിരിക്കാൽ നിന്റെ വചനം നിവർത്തിച്ചുമിരിക്കുന്നു. ആകയാൽ മിസ്രയീമിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഡയെ നീ കാണുകയും ചെങ്കടലിന്റെ അരികെ വെച്ച് അവരുടെ നിലവിളി കേൾക്കുകയും ഫറവോനിലും അവന്റെ സകല ദാസന്മാരിലും അവന്റെ ദേശത്തിലെ സകല ജനത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു. അവരോട് ഡംഭം കാണിച്ചത് നീ അറിഞ്ഞിരുന്നുവല്ലോ. അങ്ങനെ ഇന്നുള്ളതുപോലെ നിനക്കൊരു നാമം സമ്പാദിച്ചിരിക്കുന്നു. ദൈവത്തിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ്. യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ നാമത്തിനും മേലായ ആ നാമം സ്ഥാപിക്കാനായി ജനത്തെ മിസ്രയീമിൽ നിന്ന് ഹല്ലേലൂയ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്ന് ഹല്ലേലൂയ കനാന്യരുടെ ദേശം ഞാൻ നിങ്ങൾക്ക് വിഭാഗിച്ചു തരുമെന്ന് പറഞ്ഞ് ആ അബ്രഹാമിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ വിശ്വസ്തമായി കണ്ടു. അത് തന്നെയല്ല, അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് വിളിക്കുന്നത്. 20-ാം അധ്യായത്തിൽ 2 ദിനവൃത്താന്തം 20:7 പറഞ്ഞേക്കുന്നത് എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന് അത് കൊടുത്തു. അപ്പം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു അബ്രഹാം. ആ സ്നേഹിതനായതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ അവന് കൊടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആഹ്ലാദനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടി വരുവീൻ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പണി നടത്തി. പാതി പേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നവരെ കുന്തം പിടിച്ചു നിന്നു. ആ കാലത്ത് ഞാൻ ജനത്തോട്, രാത്രിയിൽ നമുക്ക് കാവലിനും പകൽ വേല ചെയ്യുന്നതിനും ഉതകത്തക്കവണ്ണം ഓരോരുത്തരും താൻ്റെ വേലക്കാരനുമായി യെരുശലേമിനകത്ത് പാർക്കണമെന്ന് പറഞ്ഞു. ഞാനോ എൻ്റെ സഹോദരന്മാരോ എൻ്റെ ബാല്യക്കാരോ എൻ്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്തും കൂടെ ആയുധം ധരിച്ചിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഹല്ലേലൂയ കുളിക്കുന്ന സമയത്തും കൂടെ ആയുധം ധരിച്ചാണ് ആ നെഹമ്യാവിനോടുകൂടെ ഇന്ന് പണിയുന്നവരൊക്കെ ചെയ്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നേരം വെളുക്കുമ്പോൾ മുതൽ രാത്രി നക്ഷത്രം പ്രകാശിക്കുന്നവരെ അവർ കുന്തം പിടിച്ചു നിന്നു. യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുക. നമ്മളൊരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ദൈവമക്കളെന്ന് പറയുമ്പോൾ അറിയാം അവരൊരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. കാരണം സാത്താനോട് പൊരുതി എല്ലാ കാര്യത്തിലും ജയം നേടുവാനുള്ള ഒരു കൃപ. അതിനാണ് അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തതും മുൻപോട്ട് ഇറങ്ങിയതും ദൈവത്തെ പാടി സ്തുതിച്ചതും ഒക്കെ ചെയ്തപ്പോൾ ഹല്ലേലൂയ അവിടെ എല്ലാ അന്ധകാര ശക്തികൾ തകർന്നു പോകാൻ ഇടയായിത്തീർന്നു. നമുക്ക് എതിരായി നിൽക്കുന്ന പല ശക്തികളുണ്ട്, വേദനിപ്പിക്കുന്ന ചില ആളുകളുണ്ട്, വേദനിപ്പിക്കുന്ന അവസ്ഥകളുണ്ട്. ഏത് സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ പ്രതികൂലമായി നിൽക്കുന്നത് അവിടെ എല്ലാം ദൈവത്തിന്റെ കരം വന്ന് പ്രവർത്തിക്കുന്നത് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഞാനോ എൻ്റെ സഹോദരന്മാരോ എൻ്റെ ബാല്യക്കാരോ എൻ്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്തും കൂടെ ആയുധം ധരിച്ചിരുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞോട്ടെ, ദൈവത്തിന്റെ സർവായുധവർഗം നമ്മൾ എപ്പോഴും എടുത്തുകൊള്ളണമെന്നാണ്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ വിശ്വാസം എന്ന പരിച ധരിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ വിശ്വാസം എന്ന പരിച, നമുക്ക് വിശ്വാസം വേണം, പ്രത്യാശ വേണം, സത്യം അരയ്ക്ക് കെട്ടണം. അപ്പോൾ ഇതെല്ലാം സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. ഇങ്ങനെ എല്ലാം നമ്മൾ സർവായുധവർഗം ധരിച്ചവരായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ ഒരു രാവിലെ മുതൽ പാതി നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നവരെ കുന്തം പിടിച്ചു നിന്നു. ആ കാലത്ത് അവർ ജനത്തോട്, രാത്രിയിൽ നമുക്ക് കാവലിനും പകൽ വേല ചെയ്യുന്നതിനും ഉതകത്തക്കവണ്ണം ഓരോരുത്തരും താൻ്റെ വേലക്കാരനുമായി യെരുശലേമിനകത്ത് പാർക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ വാതിലടച്ച് മുറിയിൽ കയറി വാതിലടച്ച് സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിപ്പീൻ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ മുറിയിൽ കയറി വാതിലടച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യാത്ത ആ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തേ മതിയാകത്തുള്ളൂ. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്.
അതിൻ്റെ ആയുധം ധരിച്ചവർ നിന്ന് യുദ്ധം ചെയ്തെന്ന് അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. ആ 9:7 പറഞ്ഞിരിക്കുന്നത്, അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, കൽദയപട്ടണം ഊരിൽ നിന്ന് കൊണ്ടുവന്നു, അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. അവൻ്റെ ഹൃദയം എൻ്റെ മുൻഭാഗം വിശ്വസ്തമായി കണ്ടു. വിശ്വസ്തമായി കാണുവാൻ തക്കോണം ഇടയാക്കി തീർത്തത് കൊണ്ടാണ് അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നത്. നമുക്കറിയാം 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. 4-ാം ദിവസം അവർ ബെരാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബെരാക്ക താഴ്വര എന്ന് പേർ പറഞ്ഞു വരുന്നു. യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകിയതുകൊണ്ട് യഹൂദ്യരും യെരുശലേമ്യരും എല്ലാം മുൻപിൽ യഹോശാഫാത്തുമായി സന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർ വീണകളോടും കിന്നരങ്ങളോടും കാഹളങ്ങളോടും കൂടെ യെരുശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്ന് യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശത്തിലെ സകല രാജ്യങ്ങളിന്മേലും വന്നു. അങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് യഹോശാഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ആ ദേശത്തിന്മേൽ വീണു. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കാണുമ്പോൾ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അല്ലല്ല ശത്രുക്കൾ തോറ്റോടുവാണ്ടായിത്തരും. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കാത്ത ദൈവമാണ്. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കൂ. അത് മാത്രമല്ല, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നമ്മൾ ഏത് തരത്തിലുള്ള വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. രോഗത്താലോ ഭാരത്താലോ അല്ലെ കഷ്ടത്താലോ ഒക്കെ കടന്നു പോകുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. ആ സമയത്തൊക്കെയും ദൈവം പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളെ കൈവിടത്തില്ല, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങൾ സ്ഥിരമായി നിൽപ്പീൻ. അല്ലെ ദൈവം നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. എല്ലാ ദിവസവും ദൈവം നമ്മൾക്ക് വരുത്തുന്ന രക്ഷ കാണുവാൻ തക്കോണം ദൈവം നമ്മൾക്ക് ഇടയാക്കി തീർക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ അവൻ്റെ സന്നിധിയിൽ നമുക്ക് ഹല്ലേലൂയ ധൈര്യം പ്രാപിച്ച് നിൽപ്പാൻ തക്കോണം ഇടയായി തീരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആയുധം ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെ അവർ ആയുധം ധരിച്ചു നിൽക്കുക. കാരണം യുദ്ധത്തിന് വരുന്ന ജനത്തോട് ഹല്ലേലൂയ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അവരങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്. ഇവർ നമ്മളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രയാസ പ്രതികൂലങ്ങൾ നമ്മളെ അഭിമുഖീകരിച്ച് കടന്നു വരുമ്പോൾ ആ യുദ്ധം ദൈവത്തിന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ കർത്താവ് അത് ചെയ്തോളും. ഹല്ലേലൂയ. അവരൊന്നിച്ചുകൂടി ദൈവത്തെ പാടി സ്തുതിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ജയസന്തോഷം നൽകിയത് കൊണ്ട് എല്ലാവരും ഒന്നിച്ച് ഹല്ലേലൂയ സന്തോഷത്തോടെ ഹല്ലേലൂയ വന്നു. അവർ കാഹളത്തോടും വീണകളോടും കിന്നരങ്ങളോടും കൂടെ യെരുശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശത്തിലെ സകല രാജ്യങ്ങളിന്മേലും വന്നു. അപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ സകല രാജ്യങ്ങളിന്മേലും വരുവാനിടയായി തീർന്നു. നമുക്കറിയാം, ചെങ്കടൽ വറ്റിച്ചപ്പോൾ ശത്രുക്കൾ ചിതറിപ്പോയി, അല്ലെങ്കിൽ അവർ പതറിപ്പോയി. അവരെ വെള്ളത്തിൽ വീണ് സകല എണ്ണങ്ങളും അല്ലെങ്കിൽ ഈയം പോലെ വെള്ളത്തിൽ വീണമെന്നാണ് അവിടെ കാണുന്നത്. ആ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ കടന്നു പോയപ്പോൾ അമ്പും വില്ലും ഒന്നും ഇസ്രായേൽ മക്കളുടെ കയ്യിലില്ലായിരുന്നു. ഇസ്രായേൽ മക്കളെല്ലാം സന്തോഷത്തോടെ അക്കരെ കടന്നപ്പോൾ ഹല്ലേലൂയ ആ പെരുവെള്ളത്തിൽ ആ മിസ്രൈമിലെ ഫറവോന്റെ രഥങ്ങളും കുതിരകളും എല്ലാം വെള്ളത്തിലേക്ക് ചാടി അവിടെ ആ വെള്ളം കൊണ്ട് അതിനെ മുക്കുവാനിടയായി തീർന്നു. അവിടെ വേറൊരു ആയുധം അവർക്ക് എടുക്കേണ്ടി വന്നില്ല, വെള്ളം മാത്രം മതിയായിരുന്നു. ആ വെള്ളം കൊണ്ട് അവരെ എല്ലാം മൂടിക്കളഞ്ഞു. പിന്നെ അവരാരും ശേഷിച്ചില്ല. നമുക്കറിയാം ഹല്ലേലൂയ ആ വെള്ളത്തിൽ വീഴുമ്പോഴുള്ള അവസ്ഥ എന്താ? ഒറ്റ ഒരെണ്ണം പോലും രക്ഷപ്പെട്ടില്ല. ആ വലിയ സമുദ്രത്തിൽ എല്ലാവരും വീഴുവാണ്ടായിരുന്നു. എന്നാൽ ആ സമുദ്രത്തിൽ കൂടി അക്കരെ കടന്ന 6 ലക്ഷം ജനം മരുഭൂമിയിൽ ചെന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു. ദൈവം ഒരു കാര്യമേ ആഗ്രഹിക്കുന്നുള്ളൂ, അവൻ്റെ നാമം ഉയരണം. എവിടെയും എല്ലാ നാമത്തിനും മേലായ നാമം ഹല്ലേലൂയ ആ നാമം ഉയർത്തുക എന്നുള്ളതായ കർത്താവിൻ്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് എവിടെ ചെന്നാലും ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ നാമം, എവിടെ ചെന്നാലും അബ്രഹാം ദൈവത്തെ ആരാധിക്കുകയും അവിടെ യാഗപീഠം പണിയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. നമ്മളിവിടെ ചെന്നാലും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മുൻപിലുള്ള എല്ലാ പ്രതികൂലങ്ങളെയും എടുത്തു മാറ്റും. ഹല്ലേലൂയ. അത് മാത്രമല്ല, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്യും. ഹല്ലേലൂയ. മുമ്പ് ഞാൻ പാടിയതുപോലെ, ദൈവം എൻ പക്ഷമതാൽ തെല്ലും പതറില്ല ഞാൻ, പോർക്കളമേടുകൾ നേരിടുവാൻ എന്നിൽ തൻബലം പകർന്നിടുന്നു.
ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അനേകരുടെ ജീവിതത്തിൽ ആ പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ. അനേകർ ഹല്ലേലൂയ, ഞാൻ ഇതിനു മുമ്പേ ഈ പാട്ടുകൾ പാടി അനേകരെ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളുടെ നടുവിൽ അതെനിക്കൊരു ആശ്വാസമായി തീർന്നെന്ന് പറയാറുണ്ട്. അപ്പോൾ നോക്ക്, ദൈവത്തിൻ്റെതായ ആ വചനം കേൾക്കുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും ഒക്കെ ആ മനുഷ്യർ തകർന്നിരിക്കുന്ന അവസ്ഥകളിലായിരിക്കുന്ന മനുഷ്യർ, ദൈവമേ ഹല്ലേലൂയ, ഹൃദയം തകർന്നിരിക്കുമ്പോൾ ദൈവം അവരെ നിരസിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കന്യാങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നുറങ്ങിയ ഹൃദയത്തെ ദൈവം ഒരിക്കലും നിരസിച്ച് കളയത്തില്ല. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, സങ്കടം ചഞ്ചലം ശോധനാവേളയിൽ താങ്ങി നടത്തിയിടും നാമമതേ, ഭയം മുറ്റുമകറ്റിയിടും നാമമതേ. സങ്കടം ചഞ്ചലം ശോധനാവേളയിൽ താങ്ങി നടത്തിയിടും നാമമതേ, ഭയം മുറ്റുമകറ്റിയിടും നാമമതേ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. അപ്പോൾ സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. എല്ലാ നാമത്തിനും മേലായ നാമമാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, യേശുവിൻ നാമം മധുരിമ നാമം. ഹല്ലേലൂയ. അത് എനിക്ക് ഇമ്പനാമം. ഹല്ലേലൂയ. ഇമ്പമുള്ള നാമമാണ് ആ നാമം എന്ന് പറയുമ്പോൾ തന്നെ. ഹല്ലേലൂയ. അന്ധകാര ശക്തി തകർന്നു മാറും. ഹല്ലേലൂയ. ആ ശത്രുക്കൾ വിരണ്ടോടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ പ്രവൃത്തിയോട് വെളിപ്പെടുവാൻ തക്കൊണ്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഭാരപ്പെടാതെ ദൈവമക്കൾ ഹല്ലേലൂയ മുൻപോട്ട് വിശ്വാസത്താൽ കാലെടുത്ത് വെച്ച് ഹല്ലേലൂയ ദൈവത്തെ പാടി സ്തുതിക്കുകയും ആരാധിക്കുകയും ഉപവാസത്തോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെതായ വിടുതലും സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ദൈവം പകർന്നു തരും. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ ചഞ്ചലപ്പെട്ടു പോകരുത്, വേദനപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ആ കാലുകൾ ഇടറുമ്പോൾ, മനസ്സ് തകരുമ്പോൾ ആണിപ്പഴുതേറ്റ കരങ്ങളാൽ താങ്ങി ജയമായി നമ്മളെ നടത്തും. ഹല്ലേലൂയ. ആണിപ്പഴുതേറ്റ കർത്താവിൻ്റെ കരമാണ് നമ്മുടെ മേലുള്ളത്. ഹല്ലേലൂയ. ആ കരങ്ങളാൽ താങ്ങി ജയമായി നടത്തുന്നു. ഹല്ലേലൂയ. നമ്മൾ ഭാരപ്പെടുമ്പോൾ അതിനായിട്ട് ഒന്നും കൂട്ടാനും കുറയ്ക്കാനും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ദൈവത്തിന് നിമിഷ നേരം കൊണ്ട് അതെല്ലാം എടുത്ത് മാറ്റാൻ കഴിവുണ്ട്. ഹല്ലേലൂയ. അതാണ് നമ്മൾ പറയുന്നത് സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ആ സർവാംഗ സുന്ദരനായ ദൈവം. ഹല്ലേലൂയ. ആ സർവശക്തിയുള്ള ദൈവം, തേജോമയനായ ദൈവം. ഹല്ലേലൂയ. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചിട്ട് അവൻ്റെ ഹല്ലേലൂയ ഹൃദയം ദൈവസന്നിധി വിശ്വസ്തമായി കണ്ടതുകൊണ്ടാണ് ഹല്ലേലൂയ അവൻ്റെ സന്തതിക്ക് ദേശമെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞത്. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തമായി ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായി നമ്മളെ നമ്മുടെ തലമുറകളെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കാതിരിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ കാലം ഹല്ലേലൂയ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കാതിരിക്കരുത്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലെ ചഞ്ചലങ്ങളും ഹല്ലേലൂയ സങ്കടവും എല്ലാം മാറി ഹല്ലേലൂയ ദൈവം അതിനെ യഥാസ്ഥാനത്താക്കി ഉറപ്പിച്ച് ശക്തീകരിക്കുവാൻ തക്കോണം ദൈവം ശക്തനാണ്. നെഹമ്യാവ് പറയുന്നത്, ഞാൻ കുളിക്കുന്ന സമയത്തും കൂടെ ആയുധം ധരിച്ചുകൊണ്ട് നിന്നത്, ആ സമയത്തും കൂടെ. ഹല്ലേലൂയ. ഇവിടെ ആ നെഹമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നത്, അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പീൻ. ഈ ദിവസം നമ്മുടെ ദൈവമായ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവണ്ണം ലേവ്യരും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഈ ദിവസം വിശുദ്ധമല്ലോ, നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് സർവ്വജനത്തെയും സാവധാനപ്പെടുത്തി. ഞങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ അവരെല്ലാവരും പോയി ഭക്ഷണം കഴിച്ച് എല്ലാവരും അത്യന്തം സന്തോഷിപ്പുണ്ടായിത്തീർന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു, മിണ്ടാതിരിപ്പിൻ, ഈ ദിവസം വിശുദ്ധമല്ലോ, നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അവർ ഈ ദിവസം കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലെ ബലമാകുന്നുവല്ലോ. നമ്മൾ പാടും, എൻ്റെ ബലമായ കർത്തനൻ ശരണമാകിയാൽ പാടിടും ഞാനുമില്ലെങ്കിൽ. എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ബലമാണ്. ആ ബലം നമ്മൾക്ക് പകർന്നു വരുമ്പോൾ ആ ദൈവം എൻ്റെ ബലമാകുന്നു എന്നാണ് 28-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞേക്കുന്നത്. യഹോവ എൻ്റെ ബലമാണ്. ഹല്ലേലൂയ. ആ ബലമായ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ചഞ്ചലപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞേക്കുന്നത്, ദുഃഖിക്കരുത്, യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലെ ബലമാകുന്നവരല്ലോ. അങ്ങനെ എല്ലാവരും അവരെ നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ചു തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ചു കൊടുത്തയപ്പിൻ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, സന്തോഷിക്കുന്നു, നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു. ഹല്ലേലൂയ. അത് പകർന്നു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് ഇത്, കാരണം ഇത് പോയി കണ്ട് സന്തോഷിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് ഹല്ലേലൂയ ഈ തിരുവചനം നമ്മൾ സംസാരിക്കുന്നത്. ആ സംസാരിക്കുമ്പോൾ പോകാനും പറ്റാതെ അല്ലെങ്കിൽ വേദനപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ തിരുവചനം കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്
വായിക്കുന്നത്, ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലെ ബലമാകുന്നുവല്ലോ. അതുകൊണ്ട് ഈ മധുരപാനീയം കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് അവർക്ക് പകർച്ച കൊടുപ്പീൻ. അപ്പോൾ പകർന്നു കൊടുക്കണമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. നമ്മൾ പ്രാപിക്കുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അതുകൊണ്ടാണ് തിരുവചനം ഹല്ലേലൂയ വായിച്ച് മറ്റുള്ളവരെ ഹല്ലേലൂയ കേൾപ്പിക്കുന്നത്. ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെതായ പാട്ടുകളൊക്കെ പാടി മറ്റുള്ളവരെ ഹല്ലേലൂയ സന്തോഷിപ്പിക്കുന്നത്. കാരണം കണ്ണുനീരോടുകൂടി ചിലപ്പോൾ ആശുപത്രി അഭയം പ്രാപിച്ചായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വേദനകളിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. മുൻപോട്ട് പോകാൻ കഴിയാത്ത ഹല്ലേലൂയ പ്രയാസ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ വണ്ണം ധൈര്യപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം വായിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഉപവാസത്തോടെ ഹല്ലേലൂയ ദൈവമായ യഹോവയെങ്കിലേക്ക് കണ്ണുകളെ ഉയർത്തി ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ വിടുതലുണ്ടാകും. കർത്താവാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ അവൻ അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? ഹല്ലേലൂയ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകും. ഹല്ലേലൂയ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നാൽ അവനോടുകൂടി സകലവും നൽകാതിരിക്കുമോ? ആ ദൈവം നമുക്ക് വേണ്ടി സകലവും നൽകി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് താണിരിക്കാം. ദൈവം ഹല്ലേലൂയ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ തന്നെ ആശ്വാസവും സന്തോഷവും സമാധാനവും ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല ഹല്ലേലൂയ പ്രാർത്ഥന ആവശ്യപ്പെടേണ്ടവർക്ക് ഹല്ലേലൂയ പ്രാർത്ഥന ആവശ്യപ്പെടാവുന്നതാണ്. അതുമാത്രമല്ല ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന ഹല്ലേലൂയ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ഹല്ലേലൂയ അവരുടെ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ആ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അവർ ദൈവത്തിൽ ധൈര്യപ്പെടുകയും ചെയ്യുന്ന ആ തിരുവചനങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഹല്ലേലൂയ ആനന്ദം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.